ഗൈസ് ഞങ്ങളിപ്പോൾ പാലക്കാട് സ്റ്റേഷനിലെത്തി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലാൻഡ് ചെയ്തോളൂ. ഞങ്ങളിപ്പോൾ എവിടെ മേഘാസി? പാലക്കാട്. എന്തിനാ അവിടെ? അവിടെ എന്താ? തേര് കാണാൻ. ഗോയിങ് ടു കൽപ്പാത്തി. നമ്മൾ ഫസ്റ്റ് പോകാം. നമ്മൾ എവിടെയാണ് ഗൈസ് ഇപ്പോൾ? പാലക്കാട്. നമ്മൾ എന്തിനിപ്പോൾ പാലക്കാട് വന്നു? ഞങ്ങളിപ്പോൾ ഓരോ ഓട്ടോ ബസ്സിൽ കൽപ്പാത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ, കൽപ്പാത്തി അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ്. അവിടെ ഇപ്പൊ തിരക്കായതുകൊണ്ട് വണ്ടികളൊന്നും വിടാത്തതുകൊണ്ട് നമ്മളെ ചെക്ക് ഡാമിന്റെ അവിടെ വിട്ടേക്കാം ഓട്ടോ ചേട്ടൻ. അപ്പൊ നമുക്ക് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചേട്ടൻ പറഞ്ഞ അവിടെ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഈ വഴിയല്ല വേറെ വഴി ഓട്ടോ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട് എന്ന് അല്ലേ. നമ്മൾ ശരിക്കും കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് സുഖം. നമ്മളിപ്പോൾ മുരളി കഫേയിലെ ഫുഡ് ട്രൈ ചെയ്യും. ഞാൻ സേവ ട്രൈ ചെയ്യും. അങ്ങനെയില്ല, നമ്മളെല്ലാം ഓരോന്നും എല്ലാം ഓരോന്ന് പ്ലേറ്റ്. ശരണുണ്ട്, ശരണം അവിടെ കണ്ടോട്ടെ. ആദ്യം ശരണം. ഞങ്ങൾ റീലിൽ കണ്ട സംഭവം ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. मणिकर्णिका उत्तिष्ठ काशी भगवान् प्रभु विश्वनाथो गङ्गोर्मि सङ्गति शुभैः परिभूषितोऽब्जैः श्रीढुण्ढि भैरवमुखैः सहिता अन्नपूर्णा माता च वाञ्छति मुदा तव सुप्रभातम्.
ഇന്നലെ പറഞ്ഞു നമ്മൾ കൽപ്പാത്തി പോകും രാവിലെ എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞു. ബാക്കിയുള്ള വിശേഷമുണ്ട് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളെന്താ രാവിലെ കഴിച്ചേ? ദോശയും ചമ്മന്തി മസാലക്കറി. ഒരു ഡിഫറെൻറ്റ് ദോശയല്ലേ? നമ്മുടെ നോർമൽ മറ്റേ ഉഴുന്ന് ഉഴുന്നിൻ്റെ ദോശമാവായിരുന്നില്ല, എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊള്ളാം ടേസ്റ്റ്. ഒരു മസാലക്കറി പോലത്തതും ചട്നിയോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ഫിൽറ്റർ കോഫി ചെയ്തായിരുന്നു, മണീസ് ഫിൽറ്റർ കോഫി പോയി, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഇന്നലെയും പോയി, പക്ഷെ ഇന്നലെയും ബന്ധായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് വാങ്കോയിൽ പോയിട്ട് പക്ഷെ ഇന്നലത്തെ സൂപ്പർ കോഫി ആയിരുന്നു. ഇന്നത്തെ കോഫി ഇച്ചിരി വെള്ളമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അതെ, ഇനി നമ്മൾ സ്വീറ്റ്സ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാം. മാലാഡ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യണം. എല്ലാവരും നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് എന്നൊക്കെ അവർ നോക്കി ചിരിച്ചു. അവരെങ്കിലും വിചാരിച്ചോട്ടെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതെ, ഓക്കെ, അപ്പോൾ സെൽഫി നല്ല ഗ്ലോ. ഞങ്ങളിതാ തൊഴുതു പുറത്തുനിന്ന് തൊഴുതുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറേ കറങ്ങിയിട്ടോ. നമ്മൾ ബ്രോഡ്വേ ഒക്കെ കറങ്ങണ പോലെ പിന്നെയും അതെ അഗ്രഹാരങ്ങളിലും കയറി ഇറങ്ങി കടകളിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ മാലാട് വാങ്ങിച്ചു, ടേസ്റ്റ് ചെയ്തു, കോഫി കുടിച്ചു, ദോശ കഴിച്ചു, അങ്ങനെ. പിന്നെ ഈ സാധനം വാങ്ങിച്ചു. ഞങ്ങളിതാ പേരൊക്കെ കണ്ടു, തൊഴുതു. അതെ ആനേനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൽപ്പാത്തിയോട് വിട പറയാണ്. അതെ, എങ്ങനെയുണ്ടായിരുന്നു മെഗാസ്? നല്ല എക്സ്പീരിയൻസ്, പുതിയ കഴിവ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ബ്രാഹ്മണസ് ആയിട്ടൊരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളോട് കുറേ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. രസമാണ്, പീസ്ഫുൾ ഏരിയ ആയിരുന്നു കേട്ടോ. സിറ്റിയിൽ അടുത്താണെന്നുണ്ടെങ്കിലും ശരിയാ. പക്ഷെ സിറ്റി നടന്നെത്തിയപ്പോൾ സിറ്റി എത്തി, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ലോകം തന്നെ. പക്ഷെ കൊള്ളാത്ത രസമുണ്ട്. കുറച്ചും കൂടെ തിരക്കില്ല സമയത്ത് നിന്നാൽ കുറച്ചും കൂടെ രസമുണ്ടാവും. അപ്പോൾ ബൈ. ഞങ്ങളിപ്പോൾ ഇനി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സ്റ്റേഷനോട് കിടക്കട്ടെ. ഞങ്ങളുടെ ശബരി ട്രെയിൻ നോക്കണം എവിടെ എത്തിയെന്നൊക്കെ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ കൽപ്പാത്തി യാത്ര ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നു. കീ കൂടെ കൊടുക്കാൻ പോവുക. അപ്പോൾ ശബരി എക്സ്പ്രസ് ഇപ്പോൾ കാണിക്കുന്നത് ലേറ്റ് എന്നാണ്. നോക്കട്ടെ, എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 30 minutes ലേറ്റ് ഒന്നും, പക്ഷേ SCTCയിൽ ഇപ്പോൾ 6 minutes ലേറ്റ് എന്നാണ് കാണിക്കുന്നത്. അത് വേറെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ടാറ്റാ. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും പാലക്കാടിലേക്ക് എത്തിയിരിക്കുന്നു. അത് നമ്മൾ എവിടെ പോയത്? അത് നമ്മൾ പോണ്ടിച്ചേരി പോയിട്ട് തിരിച്ചു വന്നപ്പോഴായിരുന്നു പാലക്കാട്. ഇതാ നമ്മൾ കൽപ്പാത്തി പോയിട്ട് പിന്നെ പാലക്കാട്. എന്തുകൊണ്ട് പാലക്കാടല്ലേ? ഗൈസ്, ഞങ്ങളുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കൽപ്പാത്തി യാത്ര ഇതാ അൺപ്ലാൻ കൽപ്പാത്തി യാത്ര. ഞങ്ങളുടെ ട്രെയിൻ വരുന്നു. ഓക്കെ, അപ്പോൾ ടാറ്റ. അങ്ങനെ നമ്മുടെ പട്ടാമ്പി അഖിലയുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ശരി, ഇനി അടുത്ത കല്യാണത്തിന് കാണാം. അത് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡിസംബറിൽ പ്ലാൻ ചെയ്താൽ നടന്ന ഹോംഫുള്ളി. ശരി. അങ്ങനെ ഞാൻ ആലുവയിൽ ഇറങ്ങി. അങ്ങനെ ക്യാബ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി. കുറേ നല്ല മെമ്മറീസുള്ള നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. Thanks for watching. Love you guys. See you in the next video. Until then, bye.